അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിർസത്ത ചങ്ങായിമാരെ, അള്ളാഹുവിന്റെ അനുഗ്രഹീതമായിട്ടുള്ള മാസത്തിലായിട്ട് കിടന്ന ഉള്ളതിപ്പോ റഹ്മത്തിലെ പത്തത്തി എന്നിട്ട് മഗ്ഫിറത്തിലെ പത്തിക്ക് കടന്നോട്ടുള്ള മഗ്ഫിറത്ത് ചെന്നെങ്കിൽ പൊറുക്കടെ അള്ളാഹു ഞങ്ങളെ ദോഷത്തെ പൊറുക്കണെത്തെവറും വിഷയത്തിലായിട്ട് മഗ്ഫിറത്ത് ചൊല്ലി അള്ളാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ എനിക്ക് നീ പുറത്തു തരണേ ദുനൂബ് എൻ്റെ ദോഷങ്ങൾ യാ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവെ, അള്ളാഹു കാരുണ്യവനായിരിക്കട, അള്ളാഹു കരുണക്കടലായിട്ടിക്കട. ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. ഒരു ബിസ്മി കൂട്ടുമ്പോഴത്തെ രണ്ട് റഹീം അവിടെ ഉണ്ട്, ഒരു റഹ്മാൻ ഉണ്ട്, ഒരു റഹീം ഉണ്ട്. അതായത് ഈ ഈ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹ് ഈ ഇബാദത്ത് എടുത്തെങ്കിൽ എടുക്കാത്തെങ്കിൽ ഒരേപോലെ ഗുണം ചെയ്ത അള്ളാഹു. റഹീം ചൊന്നെങ്കിൽ ഈ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹു ആരാധിച്ച് അചഞ്ചല വിശ്വാസത്തോടെ അള്ളാഹൊട്ടിക്ക് പിന്നെ പേടിയൊന്നും തിന്ന ആള്, ദ്വാർന്നും തിന്ന ആള്, ഇബാദത്ത് എടുത്ത ആള്, അവനക്ക് പ്രത്യേകം ഗുണം ചെയ്ത അള്ളാഹു ആയിട്ട്. അപ്പോൾ പിരിച്ചത്തെ മുഅ്മിനീകളെ, ചങ്ങായിമാരെ, സഹോദരന്മാരെ ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു കാരുണ്യവൻ, അതായത് പിന്നെ റാഹിമായ അള്ളാഹു. അള്ളാഹുടെ സിഫത്ത് പിന്നെ ഖുർആൻ, അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനിൽ ചൊല്ലിട്ട് ഇന്നഹു അർഹമുർ റാഹിമീൻ, അവൻ അർഹമുർ റാഹിമായിട്ടിക്കട, കരുണ ചെയ്യുന്നവൻ വെച്ചിട്ട് ഏറ്റവും നല്ല കരുണ ചെയ്യുന്നവൻ അള്ളാഹു. അപ്പൊ ഈ വിശുദ്ധ റമദാൻ രണ്ടാമത്തെ ഭാഗത്തിൽ അള്ളാഹു മഗ്ഫിർലി, നക്ക് നീ പുറത്തു താറബ്ബേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ ചൊന്നതു ഇന്നി വല്ലാഹി ഇന്നി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി ഫിൽ യൗമി 70 മറ. അള്ളാഹുടെ തന്നെയാണ് സത്യം, ഞാൻ ഒരു നാളിൽ ഏകദേശം 70 അക്സർ മിൻ 70 പിന്നെ ഇസ്തിഗ്ഫാർ പൊറുക്കലിനെ ഞാൻ തേടിയിട്ട്. ആറ് സ്വാദിഖുൽ മസ്തൂക്കായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അപ്പൊ പിർസത്തെ മുഅ്മിനീകളെ, അങ്ങനെയുള്ള നബി അങ്ങനെ ചൊന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എത്രമാത്രം ഇസ്തിഗ്ഫാർ കൊണ്ട് ധന്യമാക്കും ഞങ്ങളുടെ ജീവിതത്തെ. ഒരു അസ്തഗ്ഫിറുള്ള ഒരു തൗബായിട്ടിക്കൽ പിർസത്തെ മുഅ്മിനീകളെ, ഒരു തൗബായിട്ടിക്കൽ അസ്തഗ്ഫിറുള്ള ചൊല്ലത്. അപ്പൊ ഞങ്ങൾ അസ്തഗ്ഫിറുള്ള ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചത്ര ഞങ്ങളുടെ ദോഷങ്ങള് പുറത്തു കളയിലേക്ക് ഒരു സംശയമില്ല. അള്ളാഹു കാരുണ്യമാണ് ചൊല്ലിക്ക് അതെത്രയോ ചരിത്രം. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെ, അതായത് കുല്ലു ബനു ആദമുൻ ഖത്താഉൻ വഖൈറുൽ ഖത്താഉ വത്തവ്വാബൂൻ. എല്ലാ മനുഷ്യ സന്തതികൾ, മനുഷ്യ സമൂഹം, ആദമിന്റെ മക്കൾ ദോഷ ചെയ്തങ്ങായിട്ടിക്കിടാം, ഞങ്ങൾ ദോഷാക്കളങ്ങായിട്ടിക്കിടാം. ദോഷാക്കത്തെങ്കിൽ ലോകത്തോട് ജീവിയില്ല. പക്ഷെ ദോഷാക്കൾ വെച്ചിട്ട് നല്ലങ്ങ ഖൈറുൽ ഖത്താഉ വത്തവ്വാബൂൻ, ദോഷാക്കൾ വെച്ചിട്ട് നല്ലങ്ങ അത് തൗബ ചൊല്ലങ്ങായിട്ടിക്കിടാം. അപ്പൊ അള്ളാഹ് എത്ര കാരുണ്യമാണ് ചൊല്ലിയ ഒരു ഉദാഹരണം എന്ന് ചൊന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഉലുൽ അസ്മിൽപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തില്, മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തില് ഒരു ഭയങ്കര വരൾച്ച, ഒരു ബരകാല വന്നു, ഭീകരമായിട്ടുള്ള ഒരു ബരകാല. അപ്പൊ ബനു ഇസ്രായേൽ സന്തതികൾ മൂസാ നബിയുടെ ആ കാലഘട്ടത്തിലുള്ള പിന്നെ സമുദായത്തേക്ക് അങ്ങ് വന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാമിലേക്ക് പരാതി ചൊന്നാർ, കേസ് ചൊന്നാർ. നബിയെ, ഞങ്ങളുടെ ഭയങ്കര ബരകാല വന്നിട്ട് നബി, ഭയങ്കര അവസ്ഥ വിശേഷം, അതായത് കുടിക്കുക തന്നില്ല, ഭക്ഷണമില്ല, ഒരു ഭീകര ബരകാല ഞങ്ങൾ പിന്നെ ഭീകരമായിട്ടുള്ള ഒരു ബരകാല ഞങ്ങൾ എതിരിട്ടോട്ടുള്ള, അതൊക്കെ നിങ്ങൾ എന്തെങ്കിലും ഒരു പരിഹാരം തരണം നബിയെ. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമു ആ സമുദായത്തെ എടുത്തോണ്ട് സീത ഒരു മരുഭൂമിക്ക് എടുത്തോണ്ട് പോയിത്തു. മരുഭൂമി എടുത്തോണ്ട് പോയിട്ട് അവിടെ പഠിച്ചോണ്ടിട്ട് മൂസാ നബിയുടെ പഠിച്ചോണ്ടിട്ട് ദ്വാരം, അള്ളാഹുവേ, എന്റെ സമുദായം ബനു ഇസ്രായേൽ സമുദായം, ഈ സമുദായത്തില് ഭയങ്കര ബരകാല വന്നിട്ടുണ്ട്, കുടിക്കുക തന്നില്ല, വയോവൃദ്ധന്മാർ പിടിച്ചിട്ട് പിന്നെ ചെറിയ ചെറിയ മക്കളെ പിടിച്ചിട്ട് വയോവൃദ്ധന്മാരത്തോളം കുടിക്കുക തന്നില്ല, ഗർഭിണികൾക്ക് തന്നില്ല, പ്രാണികൾ മരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബേ, നീ മല തരണേ, നീ വരകാലം അവർക്ക് പോക്കിക്കളയണേ എന്ന് ചെന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിലേക്ക് പ്രാർത്ഥിച്ചത്. അതൊക്കെ അള്ളാഹ് ഉത്തരം കൊടുത്തിട്ടില്ല. വിശുദ്ധ മുഅ്മിനീകളെ, ഈ ഒരു സംഭവം ഞങ്ങൾ എപ്പോഴും ഹൃദയസ്ഥായിരിക്കണം. അള്ളാഹ് ഉത്തരം നൽകിയിട്ടില്ല ആ സമയത്തിൽ. രണ്ടാമത് മൂസാ നബി അലൈഹിസ്സലാം ഈ പ്രാർത്ഥന ഉത്തരം കിട്ടാത്ത സമയത്തിൽ രണ്ടാമത് പ്രാർത്ഥിച്ചത്, റബ്ബേ ബിഹഖി വബിജാഹി മുഹമ്മദ് നബിയിൽ ഉമ്മി, അതായത് നന്റെ സന്താനത്തിൽ പിന്നെ പരമ്പരയായിട്ട് വേണ്ടേ ഈ ലോകത്തെ അവസാനത്തായിട്ടുള്ള നബി മുഹമ്മദ് നബിയുടെ
ജാഹ കൊണ്ട് നക്ക് നീന് ഈ പ്രാർത്ഥനയെ ഉത്തര ചൊന്നിട്ടു നക്ക് നീന് ഈ ബലകളവർക്ക് നീ പോക്കിക്കളയണേ എന്ന് ദ്വാരന്ത്. അപ്പോ നബി പിന്നെ മൂസാ നബി അലൈഹി സ്വലാം അശരീരി വഹി അവിടെ ജിബ്രീൽ മുഖേന വഹി ഇറക്കി ചൊന്തു, യാ മൂസ, നിങ്ങളെ ആ കൂട്ടത്തിൽ ഒരു ദോഷാക്കിയ ഒരു മനുഷ്യല്ല. ഏകദേശം 40 വർഷം അവന് ദോഷാക്കിയിട. അവനക്കൊരു ഇബാദത്തില്ല, സ്വാലിഹായ സൽക്കർമ്മ തീരെയില്ല, നക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചില്ല. അവൻ്റെ ഒന്ന് നിങ്ങൾ മാറ്റി തന്നെങ്കിൽ നിങ്ങൾ ഞാൻ ഉത്തര തൻ്റെ എന്ന് മൂസാ നബിക്ക് വഹി ഇറങ്ങിത്ത്. അവിടെ മൂസാ നബി അള്ളാഹുവിനോട് ചൊന്തു, യാ റബ്ബെ, ഇതിൽ ഏകദേശം എൻ്റെ ഈ സമുദായത്തിൽ 70,000 ആളുള്ള ഞാനിപ്പോൾ ആരണ്ട് തേടി പിടിക്കടേ, ആരണ്ട് ഞാൻ തേടി പിടിക്കട്ടെ എന്ന് ചൊന്നിട്ടു അള്ളാഹ് ചൊന്നിട്ടു ജന്നാമത്ത് ആ സമുദായത്തിൽ മൂസാ നബിയുടെ ആ സമുദായത്തിക്ക് മൂസാ നബി ചൊല്ലു, പിന്നെ നച്ചദൃഷ്ടനെ ദോഷാക്കിയ മനുഷ്യനെ 40 വർഷം അള്ളാഹ് നന്മ ചെയ്യാത്ത മനുഷ്യനെ എത്രയും പെട്ടെന്ന് നീ പുറത്തു പോകണം. ഞങ്ങൾ കൂടെ പറകാലം വന്നോണ്ടുണ്ടു, ഞങ്ങൾ കൂടെ വരൾച്ച വന്നോണ്ടുണ്ടു, ഞങ്ങൾ കുടിക്കോ തന്നില്ലേ, അപ്പൊ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പുറത്തു പോയിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ എല്ലാവരും ആൾമാർ ഭയങ്കര ഒരു അത്ഭുത, പിന്നെ ഒരു ദിഗ്ഭ്രമയായ അങ്ങ് ഒരു അത്ഭുതം സംഭവിച്ചത് അവിടെ. അതായത് ഇപ്പൊ 6 ഞങ്ങൾ കണ്ടുപിടിക്കല്, പിന്നെ 6 ചെന്നിട്ടു ഇങ്ങനെ പരസ്പരം നോക്ക തുടങ്ങിയാറ്. ഈ ദോഷാക്കിയ മനുഷ്യ അവിടെ ആ കൂട്ടത്തിലുള്ള അവന് പുറത്ത് പോയിട്ട് കണ്ടെങ്കിൽ ഇത്ര ആൾമാർ നോക്കിടാറ്. അതുകൊണ്ട് ഇതെല്ലാം വീക്ക്നെസ് അവിടെ വന്നവിടെ. അപ്പൊ ഈ ഒരു സന്ദർഭത്തില് പിന്നെ ആ മനുഷ്യന് പടച്ചോണ്ടൊട്ടിക്ക് അവൻ്റെ തട്ട ഇങ്ങനെ ഇട്ടിട്ട് പടച്ചോണ്ടൊട്ടിക്ക് ഒറ്റൊരു ദ്വാരം, പടച്ചോനെ, നാണ് 40 വർഷം നിനക്ക് പിന്നെ ഇബാദത്തില്ലാണ്ട് സൽക്കർമ്മ ഇല്ലാണ്ട് ദോഷാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ നീ ശിക്ഷിച്ചിട്ടില്ല, നിന്നെ നീ കണ്ടു നിന്റെ ഞാൻ നോക്കാണ് ഞാൻ നിന്റെ ദോഷാക്കി, നിന്റെ പിന്നെ അറിവ് ഇരുന്നിട്ട് ഞാൻ ദോഷാക്കിയ റബ്ബെ, ഞാനിപ്പോ ഇതാ ഞാൻ ദോഷ ഇപ്പൊ നീ മാഫ് തന്നില്ലെങ്കിൽ കൂടെ എനിക്ക് മറുകാല എതിർക്കേണ്ടി വരും, എൻ്റെ മര്യാദ പോവും. അതുകൊണ്ട് റബ്ബെ നക്ക് ഇപ്പൊ നീ മാഫാക്കണം, ഈ സന്ദർഭത്തിൽ നക്ക് മാഫാക്കണം ചൊല്ലലോട് കൂടിയിട്ട് അവിടെ ആകാശ ഫുള്ളു ക്ലൗഡ് മേഘാവൃത്ത മുകൾ വന്നിട്ട് മല വന്നിട്ട് ചരിത്ര വഴിപാട്ട്. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം അള്ളോട് ചൊന്തു, പഠിച്ചോളെ ഞാനിപ്പോ ചൊന്നത്തരെ ചുറ്റികളൊട്ടി അത്ര വേഗം മല വന്നല്ലേ, എത്ര കാരണം എന്തേ അള്ളാഹുവേ. മൂസാ നബി അലൈഹി സ്വലാം അള്ളോട് ചൊന്നപ്പോ അള്ള ചൊല്ലു, நீங்க மலை வராட்டிக்கோ காரணம் ஆராயிட்டிக்குது அதே மனுஷா நக்கு தாயிபாயிட்டு நக்கு പിന്നെ ഖാലിസായിട്ട് മടങ്ങിത്ത് തൗബ ചൊന്തു ഇസ്തിഗ്ഫാർ ചൊന്തു. അതുകൊണ്ടായിട്ട് നാണ് മല വർപ്പാട്ടിയോ പിരിസത്തെ മുഅ്മിനീങ്ങളെ, എത്ര വലിയ കാരുണ്യമായിട്ട് അല്ലാഹു. ചെറിയൊരു ഒരു ഉദാഹരണമായിരിക്കും ഞാൻ ചൊന്നിങ്ങനത്തെ ആയിരക്കണക്കിന് ഉദാഹരണം പിരിസത്തെ മുഅ്മിനീങ്ങളെ. അപ്പൊ അർറാഹിമൂന യർഹമുഹുർ റഹ്മാൻ യർഹമു മൻ ഫിൽ അർദ് യർഹമു മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യന്മാർക്ക് കരുണ കാണിക്കണോ, അങ്ങനെ ഉണ്ടെങ്കിൽ ആകാശത്തിലുള്ള രാജാതിരാജനായ അർഹമുർ റഹീമായ അല്ലാഹു കരുണ കാണിക്കണം നമുക്ക്. അത് പ്രാണികളോടും പക്ഷികളോടും എല്ലാ സർവ്വ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം. അങ്ങനെ കരുണ കാണിച്ചെങ്കിൽ ഞങ്ങൾക്ക് അള്ളാഹു കരുണ കാണിക്കാതിലേക്ക് വലിയൊരു ഉദാഹരണമായിട്ട് പിരിസത്തെ മുഅ്മിനെ ഇത്രത്തോളം ഞങ്ങൾ ചൊന്ന ഈ മൂസാ നബി അലൈഹി സ്വലാമുടെ ആ സന്തതിയുടെ വിഷയം. അതുപോലെ തന്നെ പ്രാണികളോട് കരുണ കാണിക്കണം. നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ പഠിച്ചിട്ട് ഒന്നുകൂടി ചൊല്ലേ, ഒരു നായിക്ക് തന്നി കൊടുത്തതിന്റെ കാരണം കൊണ്ട് സ്വർഗത്തിലേക്ക് പോയ ഒരു കഥ നബി സഹാബത്തിനെ ചൊന്നു. ആ കഥ ഞാൻ വിവരിക്കുക കൊണ്ട് പിരിസത്തെ മുഅ്മിനീങ്ങളെ സമയ ദൈർഘ്യമാവിടും. അപ്പൊ ആയതുകൊണ്ടിട്ട് ഒരു പ്രാണിക്ക് നായക്ക് തന്നി കൊടുത്തത് കൊണ്ടിട്ട് സ്വർഗത്ത് പോയ സംഭവം പോകും ഇസ്ലാമിക ചരിത്രത്തിൽ ഇന്നെങ്കിൽ പിരിസത്തെ മുഅ്മിനീങ്ങളെ ഞങ്ങൾ വലിയ കാരുണ്യ മനുഷ്യന്മാരൊട്ടിಗೆ പിന്നെ കരുണ കാണിച്ചിട്ട് അള്ളാന്റെ പ്രീതിക്ക് പാത്രരാവണം. അള്ളാഹൊട്ടിക്ക് തൗബ തായിബായി നേരത്തെ ചൊന്ന പോലെ ഞങ്ങൾ ദോഷ ചെയ്യാത്ത ആരുമില്ല ലോകത്തിൽ വെച്ചിട്ട്, എല്ലാവരും ദോഷ ചെയ്യുന്ന കാട്ടിക്കുക. പക്ഷെ ദോഷത്തേക്ക് ഒരു നേരത്തെ അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനില് ഏകദേശം അള്ളാഹിന്റെ വിശുദ്ധ ഖുർആനില് 6666 ആയത്തില് ഒരു ആയത്തായിട്ട് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ പിന്നെ على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. قل يا عبادي നബിയെ തങ്ങൾ പറയുക, യാ ഇബാദി അടിമയെ, നിങ്ങൾ പിന്നെ അനന്തരമായിട്ട് ചെന്നിട്ടുള്ള നിങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ ഇസ്രാഫായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ
തൗബ കൊണ്ടു. ഇബാദി അല്ലദീന അസ്റഫു മിൻ അൻഫുസിക്കും, നിങ്ങൾക്കുള്ള നഫ്സിൽ നിന്ന് വന്നതായ ആ ഒരു ഇസ്രാഫായിട്ട് വന്നിട്ടുള്ളതായ ദോഷങ്ങൾ, അതൊക്കെ പിന്നെ അത് നിങ്ങൾ ദോഷാക്കിയത് കൊണ്ടിട്ട് നിങ്ങൾ പിന്മാറണ്ട. അല്ല തക്കുനത്തു മിൻ റഹ്മത്തില്ല, അള്ളാന്റെ റഹ്മത്ത് വലിയ വാസിയായിട്ട് വിശാലമായിട്ട്. അപ്പൊ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് നിങ്ങൾ ആശ മുറിയരുത്. എപ്പിസത്തെ ചങ്ങായി, നീ അള്ളാന്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിയരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയമായിട്ട് എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കളയാനായിരിക്കണം. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അള്ളാഹു പരമകാരുണികനാണ്, അള്ളാഹു പൊറുക്കുന്നവനാണ്, മാത്രമല്ല അവൻ റഹീമാണ്, പരമകാരുണികനാണ്. അപ്പൊ ഞങ്ങൾ ഒരിക്കലും യാ റബ്ബേ, ഞാൻ ഒരുപാട് ദോഷാക്കി, കഴിഞ്ഞ വർഷത്തിൽ ഈ വർഷത്തോളം ഒരുപാട് ദോഷാക്കി റബ്ബേ, നല്ല ദോഷത്തിന് മാഫില്ലല്ലോ അള്ളാഹ് ചെന്നിട്ട് മുണ്ട വെക്കണ്ട. അള്ളാഹു നിങ്ങൾ തായിബായിട്ട് മടങ്ങും. അതായിട്ട് ഈ ഹദീസ് നമുക്ക് പിന്നെ ഈ സ്പഷ്ട നിർദ്ദേശം തന്നെ നമുക്ക് വിശുദ്ധ. അപ്പൊ അതുകൊണ്ടിട്ട് ഞങ്ങൾ തായിബായിട്ട് മടങ്ങണം. അല്ലാഹു മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ നിരന്തരമായിട്ട് ചൊല്ലും. അങ്ങനെയുള്ള നബി ഒരു നാൾക്ക് 70 വട്ടം ചെന്നിട്ട് തൗബ ചെന്നിട്ട് നിങ്ങൾ 70 വട്ടം അസ്തഗ്ഫിർ ചെന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് കണക്ക് വിശുദ്ധ മുഅ്മിനീങ്ങളെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.